ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 79ാമത് UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. വിവിധ രാഷ്ട്ര നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയുടേതാണെന്നും ജനക്ഷേമത്തിനായി സാങ്കേതിക വിദ്യയെ സന്തുലിതമാക്കണമെന്നും പ്രധാനമന്ത്രി. സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉള്ളിവില നിയന്ത്രിക്കുന്നതിനായി മൊത്ത വിപണികളിൽ ഉള്ളി ലഭ്യത വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയുടെ അധീനതയിലുള്ളതാണെന്നും ജനക്ഷേമത്തിനായി സാങ്കേതിക വിദ്യയെ സന്തുലിതമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂയോർക്കിലെ മാസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വ്യവസായ പ്രമുഖരുമായി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തന്റെ 3ാം ടേമിൽ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഡോബിന്റെ ചെയർമാൻ ശന്തനു നാരായൺ, ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ, IBM സിഇഒ അരവിന്ദ് കൃഷ്ണ, ആക്സെഞ്ചർ സിഇഒ ജൂലി സ്വീറ്റ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. 79ാമത് UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം 2ാം ദിവസവും തുടരുന്നു. ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നേപ്പാൾ പ്രധാനമന്ത്രി, കുവൈറ്റ് കിരീടാവകാശി, ഫലസ്തീൻ പ്രസിഡന്റ് എന്നിവരുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര സൌര സഖ്യത്തിൽ പൂർണ്ണ അംഗമായി മാറിയതിന് നേപ്പാളിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ സബയുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയും കുവൈറ്റ് കിരീടാവകാശിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കുവൈറ്റുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഊർജ്ജ ഭക്ഷ്യസുരക്ഷാ ആവശ്യകതകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി ചർച്ച നടത്തിയ ശ്രീ നരേന്ദ്രമോദി ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിലും മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിലും ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യയുടെ അചഞ്ചലമായ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ട് 15 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതായി കേന്ദ്ര സർക്കാർ. കർഷകർ, ഇടത്തരക്കാർ, വനിതകൾ, യുവാക്കൾ എന്നിവയ്ക്കായുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളെ ശാക്തീകരിക്കുക ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്കായി 3 ലക്ഷം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ പുതിയ സൈനിക സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന 100 സൈനിക സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ജയ്പൂരിൽ പുതിയ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ഉള്ളിവില നിയന്ത്രിക്കുന്നതിനായി സർക്കാർ മൊത്ത വിപണികളിൽ ഉള്ളി ലഭ്യത വർദ്ധിപ്പിച്ചു. ബഫർ സ്റ്റോക്കിൽ ആവശ്യത്തിന് ഉള്ളിയുണ്ടെന്നും ഖാരിഫ് സീസണിൽ ഉള്ളിക്കൃഷിയിൽ നിന്ന് മികച്ച വിളവാണ് ലഭിച്ചതെന്നും ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറി നിധി ഖാരെ പറഞ്ഞു. 1 കിലോഗ്രാമിന് 35 രൂപ സബ്സിഡി നിരക്കിലാണ് സർക്കാർ ചില്ലറ വിപണിയിൽ ഉള്ളി വിൽക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രധാന നഗരങ്ങളിലും ഈ ആഴ്ച മുതൽ സബ്സിഡി നിരക്കിൽ ഉള്ളി വിൽപ്പന ആരംഭിക്കുമെന്ന് ഖാരെ പറഞ്ഞു. 2024 ജൂലൈ മാസത്തിൽ EPFO 19.94 ലക്ഷം അംഗങ്ങളെ ചേർത്തതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജൂലൈ മാസത്തിലെ EPFOയുടെ താൽക്കാലിക പേറോൾ ഡാറ്റ ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈയിൽ 10.52 ലക്ഷം പേർ EPFOയിൽ പുതുതായി അംഗത്വമെടുത്തിട്ടുണ്ട്. ഇതിൽ 3.05 ലക്ഷം പേർ വനിതകളാണ്. വർദ്ധിച്ചുവരുന്ന തൊഴിലവസരങ്ങൾ, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയവയാണ് പുതിയ അംഗങ്ങളുടെ എണ്ണത്തിലെ വർധനവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ വികസനത്തിന്
കേന്ദ്രം വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. തമിഴ്നാട്ടിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് 1 ലക്ഷം GPS ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് 17 കോടി അനുവദിച്ചതായും കേന്ദ്ര സഹമന്ത്രി തൂത്തുക്കുടിയിൽ അറിയിച്ചു. ശ്രീലങ്കയിൽ തടവിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതായും ശ്രീ മുരുകൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ MyGov ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി. ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ കുറ്റം ചുമത്താനാകൂ എന്നും വീഡിയോകൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്നുമുള്ള മദ്രാസ് ഹൈക്കോടതി വിധി തള്ളിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം അവസാനിച്ചു. 5 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 25.78 ലക്ഷം വോട്ടർമാരാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുക. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മുകാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഈ മാസം 18-നായിരുന്നു. 3ാം ഘട്ടം ഒക്ടോബർ 1-ന് നടക്കും. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. 1 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ ടെറിട്ടോറിയൽ ആർമിയുടെ 128 ഇൻഫൻട്രി ബറ്റാലിയനെയും പരിസ്ഥിതി ദൌത്യസേനയെയും അഭിനന്ദിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ജയ്സാൽമീറിൽ 5,20,000 വൃക്ഷത്തൈകളാണ് ഏക് പേഡ് മാ കെ നാം പരിപാടിയുടെ ഭാഗമായി സേന നട്ടുപിടിപ്പിച്ചത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 6ാം വാർഷികം ഇന്ന്. 2018-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കമിട്ടത്. 12.37 കോടി കുടുംബങ്ങളിലെ ഏകദേശം 55 കോടി ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ലെബനനിൽ ഉടനീളം ഇന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെടുകയും 400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനനിലെ 300-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി. നിരവധി റോക്കറ്റുകൾ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായും മറ്റുള്ളവ തുറസായ സ്ഥലങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് എന്ന ഹിന്ദി ചലച്ചിത്രം 2025-ലെ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കാർ പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അസമി സംവിധായകൻ ജാനു ബർവയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ചിത്രം തിരഞ്ഞെടുത്തത്. വേണാട് എക്സ്പ്രസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് റെയിൽവേ. തെറ്റായ വിവരങ്ങൾ അനാവശ്യമായി പൊതുജന ഉത്കണ്ഠയ്ക്ക് കാരണമാകുമെന്നതിനാൽ വസ്തുതകൾ പരിശോധിക്കാൻ മാധ്യമങ്ങളോട് റെയിൽവേ അഭ്യർത്ഥിച്ചു. വേണാട് എക്സ്പ്രസ് പിറവം റോഡ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് സമയം വൈകിയ സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ തിരുവല്ല സ്റ്റേഷനിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരിക്ക് പ്രാഥമിക ചികിത്സ നൽകിയതായും റെയിൽവേ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. 10ാമത് വേൾഡ് ഫ്രീ സോൺസ് ഓർഗനൈസേഷൻ കോൺഗ്രസിന് ദുബായിലെ മദീനത്ത് ജുമൈറയിൽ തുടക്കമായി. സ്വതന്ത്ര വ്യാപാര മേഖലകളിലെ ആഗോള സാമ്പത്തിക മാറ്റങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സമ്മേളനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാമത് UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. വിവിധ രാഷ്ട്ര നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയുടേതാണെന്നും ജനക്ഷേമത്തിനായി സാങ്കേതിക വിദ്യയെ സന്തുലിതമാക്കണമെന്നും പ്രധാനമന്ത്രി. സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉള്ളിവില നിയന്ത്രിക്കുന്നതിനായി മൊത്ത വിപണികളിൽ ഉള്ളി ലഭ്യത വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.